കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരചിത്രം പരിശോധിക്കുന്ന 20 ലെത്രയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലമാണ്. തുടർച്ചയായ മൂന്നാം തവണ UDFിലെ ഡീൻ കുര്യാക്കോസും LDFിലെ ജോയ്സ് ജോർജും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത. NDAയിൽ BDJSനാണ് ഇക്കുറി സീറ്റ്. BDJSൻ്റെ സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. ഇടുക്കിയിൽ ത്രികോണ മത്സരം ഒന്നുമില്ല. LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ. 2014 ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജോയ്സ് ജോർജ് വിജയിച്ച മണ്ഡലമാണ് ഇടുക്കി. അന്ന് കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിനെ 50,542 വോട്ടിനാണ് ജോയ്സ് തോൽപ്പിച്ചത്. 2019 ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും വീണ്ടും മത്സരിച്ചു. 1,71,053 വോട്ടിന് ഡീൻ ജോയ്സിനെ തോൽപ്പിച്ചു. ഇക്കുറി CPIM ചിഹ്നത്തിലാണ് ജോയ്സ് മത്സരിക്കുന്നത്. അതുമാത്രമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട മാറ്റം. എന്തുകൊണ്ട് ജോയ്സ് ജോർജിനെ തുടർച്ചയായി മൂന്നാം വട്ടവും മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളെ എതിർത്തുകൊണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ശക്തമായി രംഗത്തിറങ്ങുകയും അതിൻ്റെ നേതൃതലത്തിൽ ജോയ്സ് ഉണ്ടാവുകയും ചെയ്തിരുന്നു 2014 മുമ്പ്. ആ ഒരു സാഹചര്യത്തിലാണ് 2014 തെരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജ് മത്സരിക്കുന്നത്, ജയിക്കുന്നത്. അത്തരം ഏതെങ്കിലും ഘടകം ഇപ്പോഴും ഒരു ആനുകൂല്യമായി ഇടുക്കി മണ്ഡലത്തിലുണ്ടോ, അതിൻ്റെ ആനുകൂല്യം ജോയ്സ് ജോർജിനുണ്ടോ എന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിച്ച് നോക്കാം. നമുക്കൊപ്പം ഉള്ളത് MJ ബാബുവാണ്. MJ ബാബു ദീർഘകാലം ഇടുക്കിയിൽ മാധ്യമം ദിനപത്രത്തിൻ്റെ ലേഖകനായിരുന്നു. ഇടുക്കിയിലെ പല തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ കണ്ട്, അത് ലോക്സഭയിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും കണ്ട് ശീലമുള്ള ആളാണ്. ഇടുക്കിയിലെ രാഷ്ട്രീയം ഇത്രത്തോളം മനഃപ്പാഠമായ ഒരു പത്രപ്രവർത്തകനുണ്ടോ എന്ന് സംശയമാണ്. MJ ബാബു ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയ്സ് എന്തുകൊണ്ട് മൂന്നാം വട്ടം എന്നുള്ള CPM എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ട് കോൺഗ്രസ്സുകാർ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ്. കാരണം ജോയ്സ് ഒന്ന് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സുകാരനായ ജോയ്സ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയായിരുന്നു എന്നുള്ളതുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ കസ്റ്റഡി രംഗ റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിലുണ്ടായിട്ടുള്ളൊരു മുന്നേറ്റം, പ്രത്യേകിച്ച് അന്ന് PT തോമസ് സിറ്റിംഗ് MP ആയിരുന്നു കോൺഗ്രസ്. അപ്പോൾ PT തോമസ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുകയും ആ PT തോമസിനെതിരെ ഒരു മുന്നേറ്റം ഈ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അന്നൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ, ഗാഡ്ഗിൽ കസ്റ്റഡി രംഗ റിപ്പോർട്ടിനെതിരെ വലിയ തോതിലുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇടുക്കി അപ്പാടെ വന്യജീവി സങ്കേതമാകുമെന്നും വീടുകൾക്ക് പച്ച പെയിന്റ് അടിക്കണമെന്നും വീടുകളിലൊക്കെ വന്യജീവികൾക്ക് കുടിക്കാൻ വെള്ളം വെക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള പ്രചരണം നടത്തി. ആ ഒരു പ്രചരണത്തിൻ്റെ അവരോടൊപ്പം ഒന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒറ്റയ്ക്കായിരുന്നില്ല, ഒന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയോടൊപ്പം SNDPയും NSSും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചില മുസ്ലിം സംഘടനകളും അടക്കമുള്ള സാമൂഹിക സംഘടനകളുണ്ടായിരുന്നു. CSI ഒഴികെയുള്ള സംഘടനകളൊക്കെ അന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയോടൊപ്പം ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആനുകൂല്യം ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരത്തിൻ്റെ ആനുകൂല്യം മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് ജോയ്സ് ജോർജ് സ്ഥാനാർത്ഥിയാവുന്നത്. അന്ന് അതിന് വേറൊരു ഘടകം കൂടിയാണ്. അന്നും ഇന്നും CPMൻ്റെ ഇടുക്കി ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് എന്ന് പറയുന്ന അവസാന വാക്ക് ചെയ്ത് പറഞ്ഞ് ശ്രീ M മണിയാണ്. അന്ന് ഇടുക്കി ബിഷപ്പായിരുന്ന ആനിക്കുഴിക്കാട്ടെ പിതാവ് എന്ന് പറയുന്നത് ശ്രീ M മണിയുടെ അയൽവാസിയും സഹപാഠിയും ഒക്കെയായിരുന്നു. അവർ തമ്മിലുള്ള ഒരു സൗഹാർദ്ദമൊക്കെ അതിനൊരു ഘടകമായിട്ടിരിക്കാം. എന്തായാലും കോൺഗ്രസ്സുകാരനായ ജോയ്സ് ജോർജിന് സ്ഥാനാർത്ഥിയായി. അതിന് മറ്റൊരു കാരണം കൂടിയുള്ളത്, അന്ന് PT തോമസിനെ ഒഴിവാക്കി ഡീൻ സ്ഥാനാർത്ഥിയാവുന്ന സാഹചര്യം. അപ്പോൾ അന്ന് അതുവരെ ഐക്യത്തിൻ്റെ ഭാഗമായിരുന്നു ജോയ്സ് ജോർജ്. ജോയ്സ് ജോർജ് KSU പ്രവർത്തകനും KSUവിൻ്റെ തൊടുപുഴയുടെ നേതാവ് ഡിമാൻഡ് കോളേജിൻ്റെ നേതാവ് ഒക്കെയായിരുന്നു. കോൺഗ്രസ് ഗ്രൂപ്പുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു. ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ ഡീൻ കുര്യാക്കോസിനെതിരായിട്ട് ഐക്യത്തിനകത്തു നിന്നുള്ള എതിർപ്പ് അനുകൂലമാക്കി എടുക്കാനും ആ വോട്ട് ബാങ്ക് ഐക്യത്തിൻ്റെ വോട്ട് ബാങ്ക് അനുകൂലമാക്കാനും ഒരുപക്ഷെ CPM രക്ഷപ്പെട്ടിരിക്കുക. അങ്ങനെയാണെന്ന് സ്ഥാനാർത്ഥിയാവുന്നു. പക്ഷേ അതിനുശേഷം സ്ഥിതി മാറി. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയ്സ് ജോർജ് പിന്നീട്
പാർലമെന്റിലെത്തിയപ്പോൾ CPM-ന്റെ അസോസിയേറ്റ് മെമ്പറായി മാറുകയും CPM-ലെ സഹയാത്രികയായി മാറുകയും ചെയ്തു. അയർലൻഡ് സംരക്ഷണ സമിതിക്ക് പഴയതുപോലുള്ള ഗ്രിപ്പ് ഇടിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ അന്ന് ജോയ്സ് ജോർജ് അല്ലെങ്കിൽ അയർലൻഡ് സംരക്ഷണ സമിതിക്ക് ഇടുക്കിയിലുണ്ടായിരുന്ന അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് പശ്ചാത്തലവും കോൺഗ്രസ് പാരമ്പര്യവും കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള സ്വീകാര്യതയും ജോയ്സ് ജോർജിനുണ്ടായിരുന്നു. അത് ഡീനൊരു പ്രതികൂല ഘടകമാവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം സിറ്റിംഗ് MP ആണ്, മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്ന MP ആണ്. ആ നിലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഇക്കുറി ഡീൻ കുര്യാക്കോസിനുണ്ടോ? അതെന്തൊക്കെയാണ്? ഒന്ന് ഡീൻ കുര്യാക്കോസിന് കാണുന്നത്, ഡീൻ കുര്യാക്കോസ് വളരെ സജീവമായി ജില്ലയിലുണ്ടായിരുന്നു. മുഴുവൻ സമയം ജില്ലയിൽ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം കാണാതിരുന്നുകൊണ്ട്. പിന്നെ ഇടുക്കിയിലുണ്ടായിട്ടുള്ള ദേശീയപാത വികസനം അത് ആര് കൊണ്ടുവന്നത് സംബന്ധിച്ച് തർക്കമില്ല. ഇപ്പോൾ നീലമംഗലം പാലമടക്കം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനവും അതിൻ്റെ ജോലികളും അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ അത് എന്തായാലും ആര് കൊണ്ടുവന്നാലും ഡീൻ്റെ കാലത്ത് അത് യാഥാർത്ഥ്യമായി എന്നൊരു സത്യം നിലനിൽക്കും. അപ്പോൾ അതൊരു അനുകൂല ഘടകമായി ഡീന് മാറിയിട്ടുണ്ട്. പിന്നെ തോട്ടം മേഖലയിലൊക്കെ കണ്ടൊരു കഥ, ഈ മൊബൈൽ ടവറുകൾ, വ്യാപകമായ മൊബൈൽ ടവർ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി നമ്മൾ മനസ്സിലാക്കണം. കുന്നും മലയും ഒക്കെ നിറഞ്ഞ ഒരു മണ്ഡലമാണ് ഇടുക്കി. മൂവാറ്റുപുഴയും കോതമംഗലവും തൊടുപുഴയും ഒഴികെയുള്ള ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 4 അസംബ്ലി മണ്ഡലങ്ങളും മലപ്രദേശങ്ങളാണ്. അവിടെയൊക്കെ മൊബൈൽ റേഞ്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു. നിരവധിയായ ഒട്ടേറെ മൊബൈൽ ടവറുകൾ വന്നത് ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട്. പിന്നെ ജില്ലയിലെ സാന്നിധ്യം തന്നെയാണ് പ്രധാന കാരണം. അത് ഒരു അഡ്വാൻറ്റേജായി തന്നെ കാണും. അതേസമയം ജോയ്സ് ജോർജിനെ ഒരു സ്വതന്ത്ര പൊതുരംഗത്ത് കാണുന്നതിന് പകരമായി CPM-ലെ പരിപാടികളിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതും ഒരു പ്രതികൂല ഘടകമായി ജോയ്സിന് മാറിയിട്ടുണ്ട് എന്ന ചിത്രവും കാണാതിരുന്ന കൂട്ടം. റൈറ്റ്. ഈ സ്ഥാനാർത്ഥികളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കരുത്ത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായ LDF-നും UDF-നും ഇടുക്കിയിൽ തുല്യ ശക്തിയുണ്ട് എന്ന് പറയാം. ലോക്സഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ കൂടുതൽ വിജയം കോൺഗ്രസിനും UDF-നും ഒപ്പം ആണെങ്കിൽ പോലും 2 രാഷ്ട്രീയ മുന്നണിക്കും തുല്യ ശക്തിയുണ്ട് അവിടെ. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയും ഈ 2 മണ്ഡലം കൂടെ ചേർന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. നിയമസഭയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴയും തൊടുപുഴയും മാത്രമാണ് UDF-ൻ്റെ കൈവശമുള്ളത്. ബാക്കി മണ്ഡലങ്ങളൊക്കെ LDF ജനപ്രതിനിധികൾ ഉള്ള മണ്ഡലമാണ്. അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലമാണ്, 1-2 മണ്ഡലങ്ങൾ ഒഴിച്ച്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ഒരുപക്ഷെ മിക്കവാറും ഒക്കെ UDF-നും കോൺഗ്രസിനും ഒപ്പമാണ്. ഈ രാഷ്ട്രീയ ബലാബലം ഏത് വിധത്തിലാണ് മുന്നണിയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബലാബലത്തെ നിർണ്ണയിക്കുക? ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ ഒരു LDF മണ്ഡലമായി കാണാൻ കഴിയില്ല. അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസികളുടെയും സ്ഥിതി അത് തന്നെയാണ്. ഇപ്പോൾ ഉറച്ച LDF മണ്ഡലം എന്ന് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തെയും ദേവികുളം നിയോജകമണ്ഡലത്തെയും മാത്രമായിരിക്കും. ദേവികുളം പോലും മാറിയും തിരിഞ്ഞു വരാം. ഇപ്പോൾ കോതമംഗലം മണ്ഡലം നഷ്ടപ്പെടാൻ, UDF-ന് നഷ്ടപ്പെടാൻ പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പീരുമേട് മണ്ഡലം, പീരുമേട് കഴിഞ്ഞ കുറേ കാലമായി അവിടെ കോൺഗ്രസ് തോൽക്കുന്നത് അവിടുത്തെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയമാണ്. ഒരു എസ്റ്റേറ്റിൽ പോലും 4 ബെഞ്ചും INTUC-ക്ക് 4 ബെഞ്ചും യൂണിയനുള്ള സ്ഥലമാണ് പീരുമേട് നിയോജകമണ്ഡലത്തിൽ പലയിടത്തും. അപ്പോൾ ആ തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ള INTUC-കകത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് വൈരാഗ്യവും യൂണിയൻ പോലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കാറുണ്ട് എല്ലാ കാലം. അതേസമയം ഒരുപക്ഷെ അവിടെ പീരുമേടിൽ ട്രേഡ് യൂണിയൻ ബെൽറ്റിൽ നിന്ന് പുറത്തുവരെ സ്ഥാനാർത്ഥി വന്നാൽ ചിത്രം മാറിയേക്കാം. അപ്പോൾ പീരുമേടിൻ്റെ സ്ഥിതി അതാണ്. ഇടുക്കി UDF മണ്ഡലമാണ്. കഴിഞ്ഞ തവണ റോഷി അഗസ്റ്റിൻ ജയിക്കുന്നത്, സ്ഥിരമായ റോഷി അഗസ്റ്റിൻ ജയിച്ചത് മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം എന്നതിനപ്പുറത്തേക്കായി റോഷി അഗസ്റ്റിൻ്റെ വ്യക്തിപരമായ ബന്ധം ആ ജില്ലയിലെ UDF-ഉമായും കോൺഗ്രസുമായും അവിടുത്തെ ജനങ്ങളുമായും റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിപരമായ ബന്ധമാണ് ഇടുക്കി മണ്ഡലം LDF പക്ഷത്തേക്ക് ചാഞ്ഞത്. അപ്പോൾ പീരുമേടും ഇടുക്കിയും കോതമംഗലവും UDF മണ്ഡലം എന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. ആ അർത്ഥത്തിൽ മൂവാറ്റുപുഴയും
തൊടുപുഴയും കൂടി ചേരുമ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരർത്ഥത്തിൽ UDF മണ്ഡലമാണ് എന്ന് പറയാൻ കഴിയും. കുറച്ച് മണ്ഡലം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടുമ്പൻചോല വളരെ അപൂർവമായി മാത്രമാണ് UDF പക്ഷത്തിലേക്ക് പോയിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്നും LDF ജയിച്ചുള്ളൊരു മണ്ഡലമാണ്. ദേവുകുളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു നിൽക്കുന്നത്. കാരണം ദേവുകുളത്തിൻ്റെ ഒരു പ്രധാന കാരണം ദേവുകുളത്തിൻ്റെ തമിഴ് രാഷ്ട്രീയവും കാണാതിരുന്നുകൊണ്ട്. കാരണം ദേവുകുളം നിയോജകമണ്ഡലത്തിൽ പകുതി വോട്ടർമാർ തമിഴ് വോട്ടർമാരാണ്, തമിഴ് തോട്ടത്തൊഴിലാളികളാണ്. അവിടുത്തെ ആ രാഷ്ട്രീയവും കാണാതിരുന്നതുകൂടെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾക്കും പാർലമെന്റ് മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എല്ലാ കാലത്തും ചായയായ ഒരു ചായ കൊണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഇടുക്കിയുടെ പ്രാദേശികമായ വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രാദേശികമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മുമ്പ് പട്ടയമായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. രാഷ്ട്രീയ ബലാബലത്തോടൊപ്പം പ്രധാനമാണ് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ പ്രാദേശികമായ വിഷയങ്ങൾ. അത് ഇടുക്കിയുടെ ഒരു കാർഷിക മേഖല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റബ്ബർ, കാപ്പി, ഏലം, കുരുമുളക്, തേയില ഇതൊക്കെയാണ് ഇടുക്കിയുടെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വിളകൾ. ഇത് കാർഷിക മാത്രമല്ല, ഇടുക്കിയുടെ ഒരു സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് കൂടിയാണ് ഈ തോട്ടവിളകൾ ഒക്കെ. പിന്നെയുള്ളത് കന്നുകാലി വളർത്തലാണ്. ഇതിൽ റബ്ബറിൻ്റെ വില എക്കാലവും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറുള്ളൊരു ഘടകമാണ്. ഇക്കുറിയും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ബജറ്റിൽ റബ്ബറിൻ്റെ താങ്ങുവില, സംസ്ഥാന ബജറ്റിൽ റബ്ബറിൻ്റെ താങ്ങുവില 10 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് വലിയ വിഷയമായി UDF ഉയർത്തുന്നുണ്ട്. വേണ്ട വിധം അതേസമയം ഈ റബ്ബറിൻ്റെ വില ഉയർത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ റബ്ബറിന് വേണ്ടി ഇടപെടുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിൽ ഡീൻ കുര്യാക്കോസിന് MP വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ശ്രീ MJ ബാബു, താങ്കൾ പറഞ്ഞു ഈ പ്രാദേശികമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അതിൽ എത്രത്തോളം പ്രധാനമാണ് ഈ റബ്ബറിൻ്റെ വില? അത് നമ്മൾ തോട്ടവിള കണക്കാക്കുമ്പോൾ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട തോട്ടവിളകളിൽ ഒന്നാണ് റബ്ബർ. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൻ്റെ അത്രയും വലിയ റബ്ബർ ഇടുക്കിയെ സ്വാധീനിക്കാറില്ല. കാരണം തൊടുപുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മാത്രമാണ് റബ്ബർ കുറച്ചെങ്കിലും ഉള്ളത്. പിന്നെ പീരുമേട് നിയോജകമണ്ഡലത്തിലെ കൊക്കയാർ പ്രദേശത്ത് അല്ലെങ്കിൽ കൊക്കയാർ പഞ്ചായത്തിലുമാണ് റബ്ബർ ഉള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബർ ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മാറുന്നു. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കാർഷിക ജില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം റബ്ബറിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു ചില വിഷയങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ ഇടുക്കി എല്ലാ കാലത്തും നമ്മൾ വിശേഷിക്കപ്പെടുന്നത് കാർഷിക ജില്ല എന്ന നിലയിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ലാതായി മാറിയിരിക്കും. കഴിഞ്ഞ കുറേ കാലത്ത് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് കുരുമുളകാണെങ്കിലും കാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചിയും ഒക്കെ ആ ഒരു വിളകൾ, കാർഷിക വിളകൾ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ ഈ കുരുമുളക് അടക്കമുള്ള കാർഷിക വിളകളെ ദോഷകരമായി ബാധിച്ചപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി വന്നപ്പോഴൊക്കെ അവിടെ ഇടുക്കിയെ നിലനിർത്തിയിരുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. ഇപ്പോൾ കന്നുകാലി വളർത്തുന്നത് പുറകിലേക്ക് പോയിരിക്കുന്നു. ഇടുക്കിയിൽ ഇപ്പോൾ ടൂറിസം ജില്ല എന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കാരണം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ടൂറിസമാണ് ഇടുക്കിയുടെ ഒരു വരുമാന മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ തൊടുപുഴയാണെങ്കിലും തൊടുപുഴ മലങ്കരയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ടൂറിസം സെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ തൊമ്മൻകുത്തിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മേലേക്ക് പോകുമ്പോൾ കുളമാവാണെങ്കിലും അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് എത്തുമ്പോഴും ഇടുക്കി ഡാമിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും അങ്ങനെ കൊച്ചു അഞ്ചുമണിയാണെങ്കിലും അല്ലെങ്കിൽ പെരുമലയിലേക്ക് പോകുമ്പോഴത്തേക്ക് കുട്ടിക്കാനം കേന്ദ്രീകരിച്ചും വാഗമണ്ണും, തിരിച്ച് കുമളിയിലേക്ക് പോകുമ്പോൾ കുമളിയും വണ്ടിപ്പെരിയാറും മൂന്നാറും അല്ലെങ്കിൽ മൂന്നാർ പ്രദേശങ്ങളും ഒക്കെ ആ ഇടുക്കിയുടെ മുഴുവൻ പ്രദേശങ്ങളും ഒരു ടൂറിസം, ഇപ്പോൾ കോതമംഗലത്ത് പോലും പുതുതൻകെട്ടിനെ ബേസ് ചെയ്തും കുട്ടമ്പുഴയെ കേന്ദ്രീകരിച്ചുമൊക്കെ തട്ടക്കാരനെ കേന്ദ്രീകരിച്ചുമൊക്കെ ടൂറിസം വലിയൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഇടുക്കി ടൂറിസം ജില്ലയായി, ടൂറിസം മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നത്. കാരണം ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം വേറെ ചർച്ച ചെയ്യേണ്ടതോ വേണ്ട വിഷയമാണ് യഥാർത്ഥം. അവിടെ 13 വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി കിട്ടുന്നില്ല. വീടിന് മാത്രമാണ് താമസ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നിർമ്മാണം നിൽക്കുന്നത്. അത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിർമ്മാണ നിരോധനം മുതൽ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോസ്റ്റൽ നിർമ്മിക്കാനോ അല്ലെങ്കിൽ കോട്ടേജ് നിർമ്മിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് വളരെ ഗൗരവമായി ഇടുക്കിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ്
1964 ഭൂമി പതിവ് നിയമം അനുസരിച്ച് ലഭിച്ചിട്ടുള്ള പട്ടയം. ആ പട്ടയത്തിൽ ഭൂമിക്ക് വേണ്ടി എന്തിനാണോ പട്ടയം കിട്ടിയത് ആ പട്ടയത്തിന്റെ ആവശ്യം പറഞ്ഞിരിക്കുന്നു. അതായത് ഒന്നില്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ കൃഷി, അതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള നിരോധനം വന്നിരിക്കുന്നു. 1964 ഭൂമി പതിവ് നിയമം അനുസരിച്ചാണ് ഇടുക്കിയിൽ പട്ടയം കിട്ടിയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ഒരു നിയമ ഭേദഗതി നിയമസഭയിൽ കൊണ്ടുവന്നു. പക്ഷേ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിന് പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ഇത് ക്രമവൽക്കരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ 64 നിയമം അനുസരിച്ച് പട്ടയം ലഭിച്ചിട്ടുള്ളതാണ്. ആ പട്ടയഭൂമിയിൽ വീടിന് പകരം കടമുറിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ കോട്ടേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആശുപത്രിയൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ അതിനെ ക്രമവൽക്കരിച്ച് കിട്ടുന്നതിന് വേണ്ടി സർക്കാർ അപേക്ഷ കൊടുക്കുകയും അതിന് ഫീസ് അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു പുതിയ സാഹചര്യം ഇടുക്കിയിൽ രൂപപ്പെട്ടു വരികയാണ്. അതാണ് ഇപ്പോൾ ഇടുക്കിയിലെ ഏറ്റവും വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ പഴയ പട്ടയത്തിൽ നിന്നൊക്കെ വന്നപ്പോൾ ഈ ഭൂമിയുടെ സ്വന്തം ഭൂമിയിൽ ആർക്കാണ് അവകാശം എന്ന തലത്തിലേക്കുള്ള ഒരു വിഷയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ അത്തരമൊരു സാഹചര്യത്തിൽ കാർഷിക വിളകൾക്ക് പോലും ഇപ്പോൾ പ്രസക്തമല്ലാതിരിക്കുന്നു. കാരണം കാർഷിക വിളകൾക്കൊന്നിനും വിലയില്ല. റബ്ബർ മാത്രമല്ല, കുരുമുളകിനോ കാപ്പിക്കോ ഏലത്തിനോ അല്ലെങ്കിൽ തേയിലയ്ക്കോ പോലും അതനുസരിച്ചുള്ള വില കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തേയിലയുടെ വിഷയം വേറെയാണ്. കാരണം തേയിലത്തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. ഇടുക്കിയിലെ പീരുമേടും ദേവികുളം നിയോജകമണ്ഡലത്തിൽ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ ഉടുമ്പൻചോലയിലേക്ക് പോകുമ്പോൾ ഏലത്തോട്ടം തൊഴിലാളികളാണ്. അവിടെയൊക്കെ പ്രാദേശികമായ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഈ പട്ടയവും ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണവും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വലിയ നേട്ടമായി, അല്ലെങ്കിൽ കൂടുതൽ പട്ടയം വിതരണം ചെയ്തു എന്ന് LDF സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. കൂടുതൽ പട്ടയങ്ങൾ ഇതാ വിതരണം ചെയ്യാൻ പോകുന്നു എന്ന പ്രഖ്യാപനമുണ്ട്. ഇതിനൊപ്പമാണ് ഈ ഭൂപതിവ് ചട്ടത്തിലെ ഭേദഗതി, അതായത് കെട്ടിട നിർമ്മാണത്തിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീക്കുന്നു. പട്ടയം കിട്ടിയ ഭൂമിയിൽ സ്വന്തമായി വീടും കൃഷിയും മാത്രമല്ല മറ്റ് നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ള അവകാശവാദമുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ഇപ്പോഴും വലിയൊരു ഇഷ്യൂ ആയി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്? അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിയമം ഒരുപക്ഷെ അവർക്ക് വിനയായി വരുന്നൊരു സാഹചര്യമുണ്ടോ? പട്ടയത്തിലേക്ക് വരാം. 1977 ജനുവരി 1 മുമ്പ് വനഭൂമിയിൽ പ്രവേശിച്ചവർക്കുള്ള പട്ടയമാണ് ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം ഇടുക്കിയിൽ ഏതാണ്ട് 25,000 ഹെക്ടർ ഭൂമിക്കാണ് പട്ടയം കൊടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള പട്ടയ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പട്ടയ നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും 1977 ജനുവരി 1 മുമ്പ് വനഭൂമിയിൽ പ്രവേശിച്ചവർക്കും അതിനു മുമ്പ് 1963 ഭൂമി പതിവ് നിയമം അനുസരിച്ചവർക്കും കൊടുക്കുന്ന പട്ടയം എന്ന് പറയുന്നത് 1964 ഭൂമി പതിവ് ചട്ടമനുസരിച്ചാണ്. ആ ഭൂമി പതിവ് ചട്ടമാണ് ഭേദഗതി ചെയ്യാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചത്. കാരണം അതിലാണ് ഈ വിഷയം വന്ന കോടതി ഇടപെടലുണ്ടായത്. വൺ എർത്ത് വൺ മൂവ്മെന്റിന്റെ കേസിൽ വന്ന വിധി അനുസരിച്ച് എന്തിനാണ് പട്ടയം കൊടുത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിഭൂമിക്കോ അല്ലെങ്കിൽ കൃഷിക്കോ വീട് നിർമ്മാണത്തിനാണോ പട്ടയം കൊടുത്തെങ്കിൽ അത് മാത്രമായിരിക്കണം അതിനകത്ത് ചെയ്യാൻ പറ്റുക. 1977 ജനുവരി 1 മുമ്പ് പട്ടയഭൂമിയിൽ പ്രവേശിച്ചാവശ്യമുള്ള പട്ടയം, അതായത് വനഭൂമി പട്ടയം. വനഭൂമി പട്ടയത്തിൽ PDM കൂടി അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പാർട്ടി ഓഫീസ് അടക്കം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നിയമസാധ്യതയില്ലാത്തതാണ്. അതാണ് ഈ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിനകത്തൊരു ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഗവൺമെന്റ് പറ്റിയൊരു അപകടമെന്ന് പറയുന്നത് ഇത് ക്രമവൽക്കരിക്കുമെന്നാണ് പറഞ്ഞത്. അതേസമയം അതുവരെയുള്ള ഈ 1964 ഭൂമി പതിവ് നിയമം അനുസരിച്ച് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമസാധ്യത നൽകുന്നു എന്ന് പറയുന്നതിന് പകരമായി ഗവൺമെന്റ് പറഞ്ഞത് അത് ക്രമവൽക്കരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ക്രമവൽക്കരിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നെൽവയൽ തണ്ണീർത്തടം നിയമം അനുസരിച്ച് കൺവേർട്ട് ചെയ്ത ഭൂമി എങ്ങനെ ക്രമവൽക്കരിക്കുന്നു അതുപോലെ തന്നെ 64 ഭൂമി പതിവ് ചട്ടമനുസരിച്ച് ലഭിച്ച പട്ടയഭൂമികളിൽ വീട് അല്ലാത്ത എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് അപേക്ഷ കൊടുക്കേണ്ടി വരും, അതിന് ഫീസ് കൊടുക്കേണ്ടി വരും, അത്തരം ചില കാര്യങ്ങൾ വേണ്ടി വരും. അതിൻ്റെ ചട്ടം വരുമ്പോൾ മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ വരിക. നിയമ ഭേദഗതി ഗവൺമെന്റ് പാസ്സാക്കി, പക്ഷേ അത് ഇനി ചട്ടം വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ വരിക. അപ്പോഴും
ഒരു വലിയ പ്രശ്നം വരുന്നത് ഈ കർഷകർക്കിടയിൽ അല്ലെങ്കിൽ ഉടമകൾക്കിടയിൽ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഓരോ ദാതാവും അല്ലെങ്കിൽ പട്ടയധാരിയും ഈ നിർമ്മാണത്തിന് ക്രമവൽക്കരണത്തിന് വേണ്ടി അനുമതിക്ക് വേണ്ടി ബന്ധപ്പെട്ട ഓഫീസുകൾ അപേക്ഷ കൊടുക്കേണ്ടി വരുമോ, അതിന് അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ടി വരുമോ, ഇനിയും നാളെ ലഭിക്കുന്ന പട്ടയത്തിനും ഇത് തന്നെ സംഭവിക്കില്ലേ? കാരണം ക്രമവൽക്കരിക്കുക എന്നൊരു വാചകം അതിനകത്ത് ചേർന്നുകൊണ്ടാണ് പ്രശ്നം. അത് തന്നെയാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഈ നിയമ ഭേദഗതി വന്നത് മുതൽ ഇടുക്കിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആ വിഷയമാണ്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ആ ഒരു വിഷയം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. അതിനോടൊപ്പം പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം. ഇത് ഈ മണ്ഡലത്തിൻ്റെ ഏതാണ്ടെല്ലാ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമുള്ള ഏതാണ്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമായ കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ പോലും ഈ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ ഇടയുള്ള വിഷയം തന്നെയാണ്. ഇവിടെ സംസ്ഥാന ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കും ഒക്കെ എതിരെയാണ് മുഖ്യമായും ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രതിരോധിക്കാൻ കഴിയുമോ ഇടതു മുന്നണിക്ക് ഈ പ്രശ്നത്തെ? ഇതിപ്പോൾ കേരളത്തിൽ എവിടെ ഒരു വന്യമൃഗ ശല്യമുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം ഉണ്ടായാൽ പോലും അത് ഇടുക്കിയിൽ അതിൻ്റേതായ അനുരണങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരവസ്ഥ ഉണ്ട് എന്ന് തോന്നുന്നു. അതിനകത്തൊരു കാരണം കൂടിയുണ്ട്. ഈ കുടിയേറ്റ പ്രദേശം എന്നും വനംവകുപ്പിനെതിരെ, വനത്തിനും വനംവകുപ്പിനുമെതിരാണ് കുടിയേറ്റ പ്രദേശം എല്ലാ കാലം. അതുകൊണ്ടാണ് ഈ കസ്തൂരി രംഗൻ കാർഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ ES എന്ന് പറയുന്നത് വനംവകുപ്പിന് അനുമതി കൊടുക്കുന്ന, അല്ലെങ്കിൽ വനംവകുപ്പിന് അമിത അധികാരം കൊടുക്കുന്ന ഒരു നിയമമാണ് എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിൽ അത്രയും സമരം ശക്തമാകാൻ കാരണമായതും അതുകൊണ്ടാണ്. കാരണം വനംവകുപ്പിനെതിരാണ്. കാരണം ഈ EFL എന്ന് പറയുന്ന എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ്, വനംവകുപ്പിന് അധികാരം കൊടുക്കുന്ന ഒരു വകുപ്പുണ്ട്, നിയമം നമ്മൾ കൊണ്ടുവന്നാണ്. ഈ EFL ഈ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇത് EFL ഭൂമിയല്ല എന്ന് പറഞ്ഞൊരു വാചകം വരുന്നുണ്ട്. ഇതിനകത്ത് എക്കോളജിക്കൽ പരിസ്ഥിതി ലോക പ്രദേശമല്ല എന്ന് പറഞ്ഞ ഇത് ചേർക്കുന്നൊരു വാചകമുണ്ട്. അപ്പോൾ അതാണ് ഒരു വിഷയം. അപ്പോൾ ഈ വനംവകുപ്പിനെതിരാണ് എല്ലാ കാലത്തും ഇടുക്കിയിലെ അല്ലെങ്കിൽ കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ എല്ലാ കാലത്തും ഈ വനംവകുപ്പിനെതിരാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി ഇടുക്കി ജില്ലയിലെ പല ഭാഗത്തും വന്യജീവിയുടെ ഒരു ആക്രമണം വളരെ ശക്തമാണ്. വന്യജീവികൾ വലിയ തോതിൽ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് അത് ചെറുതായി കാണാൻ പറ്റുന്നൊരു വിഷയമല്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായി കോതമംഗലം നിയോജകമണ്ഡലത്തിൽപ്പെട്ട നേര്യമംഗലത്തിനടുത്ത് പോലും ഒരു വിഷയമുണ്ടായി. അവിടെ കാട്ടാനൊരു ആക്രമണം ഉണ്ടായി. വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. രണ്ട് കൂട്ടരും ഒരുപോലെ ഈ സമയം ഇത് ആളി കത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ കാർഗിൽ കസ്റ്റഡി രംഗൻ റിപ്പോർട്ട് എങ്ങനെയാണോ ആളി കത്തിച്ചത് അതുപോലെ തന്നെയാണ് ഈ വിഷയവും അതിനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണം ഉണ്ടായതാൾ കൊല്ലപ്പെട്ടപ്പോൾ ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ള മുഴുവൻ ജില്ലയിലെ കോൺഗ്രസ്സുകാർ അവിടെ ഓടിയെത്തുന്ന ചിത്രം നമ്മൾ കണ്ടു. അപ്പോൾ അത് ജില്ലയിൽ മൊത്തത്തിലൊരു സ്ഥിതി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു മറുഭാഗം കൂടി ഇപ്പോൾ മാൻകുളത്തേക്ക് വലിയ തോതിലുള്ള സമരം നടത്തുകൊണ്ടിരിക്കുന്നു. മാൻകുളത്തെ സമരം നടത്തുന്നത് അവിടുത്തെ പൗരസമനിയൊക്കെ പറഞ്ഞാൽ ചലച്ചിത്രങ്ങളുടെ പേരിൽ. അപ്പോൾ ഒരു കാര്യം കൂടി കാണുക, ഒരു ഭാഗത്ത് വന്യജീവി ആക്രമണം എന്ന് പറയുമ്പോൾ തന്നെ മഴ ഭാഗത്ത് ഇതിനൊരു ടൂറിസമായി കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മൂന്നാറിലൊക്കെ പടയപ്പ ടൂറിസം സജീവമാണ്. കാരണം അവിടെ ആളുകളെ ടൂറിസ്റ്റുകളെ കാട്ടാനയെ കാണിക്കാൻ വേണ്ടി, പടയപ്പയെ കാണിക്കാൻ വേണ്ടി തുറന്ന ജീപ്പിൽ കൊണ്ടുപോയി ഓഫ് റോഡിൽ കൊണ്ടുപോയി ആനയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ആനയെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശബ്ദമടിച്ച് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് ഹോൺ അടിച്ച് ബഹളമുണ്ടാക്കി ഒരു തരത്തിലുണ്ടാകുന്ന ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതൊരു എന്തായാലും അതൊരു വലിയ വിഷയം തന്നെയാണ്. ഒരു ആനത്താറകൾ അടഞ്ഞുപോയ വിഷയമുണ്ട്, അതാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ മതികെട്ടാൻ നിന്ന ആനകളിലേക്കോ നമുക്കറിയാം BL റാവലും സൂര്യനെല്ലിക്കടുത്തുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ കാട്ടാനകളുടെ വഴിത്താറകൾ അടഞ്ഞു പോയപ്പോഴത്തേക്കുണ്ടായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ പോലും ഈ വന്യജീവി ആക്രമണം ഇടുക്കി ജില്ലയുടെ ഒരു പൊതുവായ ജനകീയ പ്രശ്നമായി, കാർഷിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുമുന്നണി വല്ലാതെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണി തന്നെ സമരവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ മൂന്നാർ പ്രദേശത്ത് കടുവയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം സമരരംഗത്ത് വന്ന ഇടതുമുന്നണിയായിരുന്നു, CPM ആയിരുന്നു. CPM തന്നെ അവരുടെ ഗവൺമെന്റിനെതിരെ സമരരംഗത്ത് വന്നു.
CPM കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ സമരരംഗത്ത് വന്നു. അപ്പോൾ അത് ഈ വന്യജീവി ആക്രമണം ഗവൺമെന്റിനെതിരായി വരുന്ന ഒരു വികാരമായി മാറുന്നു എന്ന തിരിച്ചറിവിൽ തന്നെയാണ് CPMഉം CPMന്റെ പോഷക സംഘടനകളും വന്യജീവി ആക്രമണത്തിന് വനം വകുപ്പിനെതിരെ സമരരംഗത്ത് വന്നത് എന്ന് കാണാതിരുന്നുകൂടാ. അത് മൊത്തത്തിൽ എന്തായാലും അതൊരു വിഷയം തന്നെയാണ്. അതെങ്ങനെ വന്നാലും തെരഞ്ഞെടുപ്പിലൊരു ചർച്ചയായി മാറിയിട്ടുമുണ്ട്. റൈറ്റ്. നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2019 നിന്ന് 2024 എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തി എന്നുള്ളതാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കി നിയമസഭാ മണ്ഡലം ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗവുമാണ്. റോഷി അവിടെ ജയിച്ചത് റോഷിയുടെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് കൂടിയാണ് എന്ന് MJ ബാബു നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം ഇടതുജനാധിപത്യ മുന്നണിക്ക് ഇടുക്കിയിൽ ചെറുതല്ലാത്തൊരു ശക്തി നൽകുന്നുണ്ടോ? തീർച്ചയായും കേരള കോൺഗ്രസ് മാണിയെ ചെറുതായി കാണാൻ കഴിയില്ല. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, ഏറ്റവും ഇപ്പോഴേക്ക് വരുമ്പോഴത്തേക്ക് മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങി 7 നിയോജകമണ്ഡലങ്ങളും അത്യാവശ്യം പേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി. മൂവാറ്റുപുഴയിലെ ഏറ്റവും അവസാനം കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാനായിരുന്ന ജോളി നെല്ലൂര് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയുടെ ഭാഗമായി മാറി. ഇപ്പോൾ ചെറുതായി കാണാൻ കഴിയില്ല കേരള കോൺഗ്രസ് മാണിയെ. പഴയ ഒരു ശക്തിയൊന്നും ഇടുക്കിയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുമ്പ് ഇടുക്കിയിൽ 3 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി. ഉടുമ്പൻചോലയും ഇടുക്കിയും തൊടുപുഴയുമൊക്കെ അവരുടെ ഭാഗമാണ്, കേരള കോൺഗ്രസ് മാണിയുടെ ഭാഗമാണ്. പക്ഷേ അതുപോലെയുള്ള വളരെ ശക്തരായ നേതാക്കന്മാരിന്ന് കേരള കോൺഗ്രസിനകത്തുണ്ട്. ഇടുക്കിക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. റോഷി ഇപ്പോൾ കോട്ടയം ജില്ലക്കാരായ റോഷി ഇടുക്കിയിൽ വന്നു കഴിഞ്ഞ നാളത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇടുക്കിയുടെ ഭാഗമായി മാറി. അതൊരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ഇടുക്കിയിൽ അത്യാവശ്യം സ്വാധീനമുള്ള നിരവധിയായ നേതാക്കന്മാരുമുണ്ട്. അപ്പോൾ എല്ലാ നിയോജകമണ്ഡലത്തിലും അല്ലെങ്കിൽ എല്ലാ ഇടുക്കിയിലെ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും അത്യാവശ്യം കേരള കോൺഗ്രസ് മാണിക്ക് സാന്നിധ്യമുണ്ട്. അത് ചെറുതല്ലാത്ത ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് നൽകിയിട്ടുമുണ്ട് എന്ന കാര്യത്തിൽ സംശയത്തിന് ഇട നൽകേണ്ടതില്ല. റൈറ്റ്. അതുപോലെ ഇടുക്കിയെ സംബന്ധിച്ച് പ്രധാനമാണ് സഭയുടെ നിലപാട്. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജോയ്സിനെ തുണയ്ക്കുമ്പോൾ അതിന് പിന്നിൽ കത്തോലിക്ക സഭയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ നിർജ്ജീവമായതിനു ശേഷം സഭ പല നിലയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് റബ്ബറിൻ്റെ വില 300-ലെത്തിച്ചാൽ ആരെ വേണേൽ പിന്തുണയ്ക്കാം എന്ന് സഭ നിലപാടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കുറി സഭയുടെ നിലപാട് എന്തായിരിക്കും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ പരിഗണിക്കുമ്പോൾ? പഴയ ഒത്തിരി മാറ്റം ഇടുക്കിയിൽ കത്തോലിക്ക സഭയ്ക്ക് കാണുന്നു. വേറൊരു കാര്യമുള്ളത്, ഇടുക്കി എന്ന് പറയുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പൂർണ്ണമായ ഒരു രൂപതയുടെ കീഴിലല്ല എന്നൊരു ചിത്രമാണ്. ഇപ്പോൾ ഇടുക്കി രൂപതയ്ക്ക് പുറമെ കോതമംഗലം രൂപതയും കാഞ്ഞിരപ്പള്ളി രൂപതയും ഒക്കെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന കത്തോലിക്ക സഭകളാണ്. വിജയപുരം രൂപതയും ഒപ്പം വിജയപുരം രൂപതയും. പിന്നെ ഇപ്പോൾ ഇടുക്കി പുതുതായി വന്ന ഒരു രൂപതയായി 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടുക്കി രൂപത പുതുതായി വന്ന ഒരു രൂപതയായിരുന്നു കത്തോലിക്ക സഭ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഇടുക്കി രൂപതയുടെ അന്നത്തെ ഉണ്ടായിരുന്ന പൊതുവിഷയങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരു ബിഷപ്പിൽ നിന്ന് പുതിയൊരു ബിഷപ്പിലേക്ക് ഇടുക്കി മാറിയിട്ടുണ്ട്. ഇടുക്കിക്കാരനായ ബിഷപ്പാണെങ്കിൽ പലരിൽ നിന്ന് വ്യത്യസ്തമായി പൊതു രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു ബിഷപ്പല്ല ഇപ്പോൾ ഇടുക്കി രൂപതയ്ക്കുള്ളൂ. പിന്നെ മറ്റൊന്നുള്ളത്, ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ സംരക്ഷണ സമിതിയും ഒക്കെ വരുമ്പോൾ ആരോഗ്യ സംരക്ഷണ സമിതി ഇടുക്കി രൂപതയുടെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഈ കാർഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള ഒരു സമരത്തിൽ അന്ന് CSI സഭ ഉണ്ടായിരുന്നില്ല എന്നുകൂടി കാണേണ്ടത്. CSI സഭയ്ക്കും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. കാരണം ഇപ്പോൾ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ ഇടുക്കി നിയോജകമണ്ഡലത്തിലെയും പീരുമേട് മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിൽ CSI സഭയ്ക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട്. ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ഭാഗമാണ്. ആ CSI സഭ അന്ന് VT തോമസിനോടൊപ്പമായി.
ഇടുക്കി രൂപതയായ പി ടി തോമസിന്റെ സൗമഞ്ച ഘോഷയാത്രയൊക്കെ നടത്തുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുത്ത വേറിട്ട നിലപാട് സ്വീകരിച്ചു CSS മാത്രമായിരുന്നു അന്ന്. പിന്നെ ഉള്ളത് ഇടുക്കി രൂപത മാത്രമായിരുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ SNDPയും NSSും ചില മുസ്ലിം സംഘടനകളും അന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കൊപ്പം ഉണ്ട്. പക്ഷേ ഇന്ന് അവിടെ നിന്നൊക്കെ അവരൊക്കെ ഇങ്ങ് പുറത്തോട്ട് പോയിരിക്കുന്നു. ആ സംഘടനകളൊക്കെ ഇന്ന് പുറത്തുപോയി. ഇന്നിപ്പോൾ ഹൈറേഞ്ച് SNDP സ്വാഭാവികമായി ഇന്നിപ്പോൾ അവരുടെ BDJSന്റെ സ്ഥാനാർത്ഥി എളുപ്പമായി മാറിയിരിക്കുന്ന കാരണം SNDP വനിതാ വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായി SNDP ഇങ്ങോട്ട് ഒത്തിരി പിറകിലേക്ക് വന്നിരിക്കുന്നു. ജോയ്സിൽ നിന്ന് ഒത്തിരി ദൂരം വിട്ടുനിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സഭകൾ, മാർത്തോമ സഭയാണെങ്കിൽ ആക്വായ സഭകളാണെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഏകീകൃത സ്വഭാവം, ഒരു ഏകീകൃത ഒരു രൂപം പഴയ കാലത്തിൽ 2014 തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് ഇന്നില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ സജീവമായി അന്ന് ആരോഗ്യ സംരക്ഷണ സമിതിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭൂമി പ്രശ്നത്തോടൊപ്പമാണ്. അവിടെ മറ്റൊരു സംഘടനയുമായിട്ടായി രൂപപ്പെട്ട് അവർ വളരെ സജീവമായി ആ ഒരു പ്രശ്നത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം മാറിയിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ SNDPയുടെ കാര്യം സൂചിപ്പിച്ചു. അതായത് BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന SNDPയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവാണ്. അപ്പോൾ SNDP ആ നിലയ്ക്ക് രണ്ട് മുന്നണിയിൽ നിന്നും ഒരു ചെറുദൂരം അകന്നു നിൽക്കുന്നുണ്ടാവാം ഇടുക്കി ജില്ലയിലെ SNDP യൂണിയൻ. BDJS ആണ് മത്സരിക്കുന്നത് എന്നുള്ളത്, NDAയിൽ BDJS ആണ് മത്സരിക്കുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് BDJSന്റെ സാന്നിധ്യം NDAയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ വലിയ തോതിൽ സഹായിച്ചിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ പിന്നീട് BDJSന്റെ പ്രസക്തി കുറയുകയും ചെയ്തു. ഇക്കുറി ഈ BDJS സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് ഏതെങ്കിലും മുന്നണിയെ ബാധിക്കാനിടയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചിത്രം പരിശോധിക്കുമ്പോൾ SNDP വോട്ട് അല്ലെങ്കിൽ BDJS വോട്ടൊക്കെ പൂർണ്ണമായി NDAയുടെ ഭാഗമായി മാറിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓരോ മണ്ഡലത്തിലെ ചിത്രം എടുത്ത് നോക്കും. അതിന് മുമ്പ് ലഭിച്ച വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഈ വോട്ട് വിഹിതം കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു BDJS സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ഇടുക്കിയിൽ പൊതുവെ കാണുമ്പോൾ എല്ലായിടത്തും ഈ UDF LDFന്റെ ഒരു ചിത്രം ഒരു നേരിട്ടുള്ള മത്സരം എന്നൊരു പ്രതീതി കാണുന്നുണ്ട്. പോലും BDJSന്റെ ഒരു സാന്നിധ്യം പഴയതുപോലെ കാണുന്നില്ല, അല്ലെങ്കിൽ NDAയുടെ ഒരു സാന്നിധ്യം പഴയതുപോലെ കാണുന്നില്ല എന്ന് ചിത്രം ഇടുക്കിയിൽ പൊതുവെ കാണുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തൊട്ടടുത്ത കോട്ടയത്ത് മത്സരിക്കുന്നതുകൊണ്ട് ഇടുക്കിയുടെ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അപ്പുറേക്ക് മാറിയത് കൊണ്ടാണോ എന്നൊരു സംശയം ഇല്ലായികയില്ല. അതോടൊപ്പം തന്നെ BJP എത്രത്തോളം ഒരു NDAയുടെ അല്ലെങ്കിൽ BDJSനോടൊപ്പം ജയിച്ചു ചേർന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് എന്നൊരു സംശയവും കാണാതെ ഇരുന്ന് കൂടാ. അപ്പോൾ ഒരു ചിത്രമുണ്ട്. പിന്നെ ഇടുക്കിയുടെ രാഷ്ട്രീയം BDJS SNDPക്ക് ഇടയ്ക്ക് പോലും ഉണ്ടായിട്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയമൊക്കെ അതും ഇതിനകത്തൊരു ചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേരിട്ടുള്ള മത്സരമായിട്ട് മാത്രമാണ് ഇടുക്കി നിയോജകമണ്ഡലത്തിലെ പൊതുവെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. റൈറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രചാരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇടുക്കിയിൽ UDFന് ഒരു മുൻതൂക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ UDF മുന്നിലാണെന്ന് പറയാൻ കഴിയും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയം ഇടുക്കിയിൽ ഒരു വലിയ ഘടകം തന്നെ. കാരണം ഇടുക്കിയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് വല്ലാതെ പ്രതിഫലിക്കുന്നു. അത് മണിപ്പൂരിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ മണിപ്പൂരും മുമ്പ് മുസ്ലിം സമുദായത്തിനിടയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നില്ല. മണിപ്പൂർ സംഭവത്തോട് തുടങ്ങുന്ന അത് എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. കാരണം മണിപ്പൂരൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം ആയുധമാക്കി. മണിപ്പൂരിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ UDFനെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആശങ്ക മണിപ്പൂരും അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ പൊതുവെ രാജ്യത്ത് നേരിടുന്ന ഒരു സാഹചര്യവും ഒരു ഭാഗത്ത് നിൽക്കുന്നു. അത് ഒരു ഭാഗത്തെ ചിത്രമാണ്. അത് UDFന് ഒരു
മേൽക്കോയ്മ നേടിക്കൊടുക്കുമ്പോൾ മറ്റൊന്നുള്ളത് എനിക്കൊരു ദ്രാവിഡ രാഷ്ട്രീയം. ഇപ്പോൾ ഇടുക്കിയുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദേവോളം നിയോജകമണ്ഡലത്തിലെ പകുതിയോളം വോട്ട് എന്ന് പറഞ്ഞാൽ തമിഴ് വോട്ടാണ്. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ അത്യാവശ്യം തമിഴ് വോട്ടുണ്ട്. ഇപ്പോൾ പീരുമേട് നിയോജകമണ്ഡലത്തിൽ തമിഴ് വോട്ടുണ്ടെങ്കിൽ തമിഴ്നാടുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്ന വോട്ടർമാരല്ല പീരുമേടിലുള്ളത്. പക്ഷെ ദേവോളം നിയോജകമണ്ഡലത്തിലെ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ അങ്ങനെയല്ല. അവിടെ തമിഴ്നാട്ടിൽ വീടുള്ള, തമിഴ്നാട്ടിൽ വോട്ടവകാശമുള്ള, അവിടെ ആനുകൂല്യം പറ്റുന്ന ദ്രാവിഡ രാഷ്ട്രീയവുമായി ബന്ധമുള്ള ആളുകളാണ് ആ വോട്ടർമാർ. ആ ദ്രാവിഡ രാഷ്ട്രീയം ഇന്ന് നിലവിലുള്ള BJP രാഷ്ട്രീയത്തിന് എതിരാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിനെ കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ DMK, കോൺഗ്രസ്, CPM അതിനകത്ത് ഘടകമാണെങ്കിൽ അവിടെ കൂടുതലായി വരുന്നത് DMKയും കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകെട്ട്. അവിടെ DMK പ്രസിഡന്റായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി NK സ്റ്റാലിൻ പരസ്യമായി തന്നെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മുന്നണിയിൽ CPM-ഉം CPI-യും മുസ്ലിം ലീഗും കോൺഗ്രസും DMK മുന്നണിയാണ്. അവിടെ എല്ലാവരും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അതിർത്തി കിടക്കുമ്പോൾ അതില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു സ്വാധീനം, ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനവും ഇടുക്കിയിൽ കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിൽ UDF-ന് അനുകൂലമായ ഒരു ചിത്രമാണ് ഇടുക്കിയിലുള്ളത്. പിന്നെ ഉള്ളതൊന്ന് ഇടുക്കിയിലെ ഹിന്ദിയാണ്. ഇപ്പോൾ പ്ലാന്റേഷൻ മേഖലയിൽ വലിയ തോതിൽ ഹിന്ദി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും വോട്ടില്ല എന്നൊരു ചിത്രം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ആ വോട്ട് ബാങ്കായി ഇപ്പോൾ കാണാനും കഴിയില്ല. ഇതാണ് ഇടുക്കിയിലെ ഒരു പൊതുവായ നിലവിലുള്ള ചിത്രം. റൈറ്റ്. അങ്ങനെ നേരിട്ടുള്ള പോരിൽ മുൻതൂക്കം ഇപ്പോൾ UDF-നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാമെങ്കിലും ഈ മുൻതൂക്കം പക്ഷേ വരും ദിവസങ്ങളിൽ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ മറിയാം. അത്തരം അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇടുക്കിയിൽ രാഷ്ട്രീയ ചിത്രം വ്യക്തമാണ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം, ത്രികോണ മത്സരമൊന്നും അവിടെയില്ല. മുൻതൂക്കം UDF-ന് തന്നെ. അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് കാത്തിരുന്ന് കാണണം.